ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോവാണ്. നമ്മളിന്ന് ശ്രുതിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ശ്രുതിനെ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. സർപ്രൈസ് ആയിട്ടാണ് പോണത്. അവർക്ക് അറിഞ്ഞൂടാ കേട്ടോ ഞങ്ങൾ വരുന്ന കാര്യം. ഹസ്ബൻഡിന് അറിയാം, പക്ഷേ ഞങ്ങൾക്ക് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ആദിമോൻ്റെ നക്ഷത്രമാണ് കേട്ടോ. ഡേ കഴിഞ്ഞു, ഇന്ന് നക്ഷത്രമാണ്. അപ്പോൾ അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും പോവാണ് ശ്രുതിൻ്റെ വീട്ടിലേക്ക്. ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈം പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സ്ഥലമൊന്നും കറക്റ്റ് അറിയില്ല, എന്നാലും നമുക്ക് ചോദിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, കുറ്റ്യാടി കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ നടന്ന് പോവാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ബസ് കറക്റ്റ് സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ കക്കോടി ഇറങ്ങിയിട്ട് അവിടുന്ന് ലൈൻ ബസ്സിൽ കയറിയിട്ട് പുതിയ സ്റ്റാൻഡ് എത്തിയിട്ടോ. നമ്മൾ ചായ ഒന്നും കുടിച്ചില്ലല്ലോ, ബ്രെഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ചായ കുടിച്ചിട്ട് അവിടുന്ന് കുറ്റ്യാടി ബസ്സിൽ കയറിയ സമയത്താണ് ഗൈസ് നമ്മൾ അറിയുന്നത് നമ്മൾ സർപ്രൈസ് ആയിട്ട് പോകുന്നത് പോലെ തന്നെ വേറെ കുറച്ച് ടീംസും സർപ്രൈസ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. ആക്ച്വലി അവർ വരുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമേ ശ്രുതിക്ക് അറിയുള്ളൂ കേട്ടോ. നമ്മൾ വരുന്ന കാര്യം ശ്രുതിക്ക് അറിഞ്ഞൂടാ, അവളെ ഹസ്ബൻഡിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ താഴെ കൂടെ പോകുന്ന ആ ഒരു പുഴയില്ലേ, ആ പുഴേൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ബസ്സിൽ ദൂരയാത്രയാണ്. കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ എല്ലാവരും ഏകദേശം സൈഡായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു തവണയെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആക്ച്വലി കുറ്റ്യാടി എത്തിയിട്ട് റെഗുലേറ്റർ കൂട്ടാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, വന്ന് പഠിക്കാതെ അങ്ങനെ കൂട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എങ്ങനെയാ എന്നുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ വരാം. ബസ് ഇറങ്ങിയിട്ട്, അതായത് അവരെ വീടിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. നല്ല അടിപൊളി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് അധികവും ഗ്ലാസ് ഇട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ക്ലാരിറ്റി കുറവ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ സർപ്രൈസ് ആകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, പക്ഷേ നമുക്കൊരു സർപ്രൈസ് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ ഞാനൊരു പ്രൈവസി കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെ എന്തായാലും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ആ വീട് അവിടെ ആ ഒരു ഏരിയയിൽ മൊത്തം അവരെ റിലേറ്റീവ്സ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അവരെല്ലാവരും വരും. അപ്പോൾ അവർക്ക് ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടമുണ്ടാവുമോ അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിലധികം തന്നെ പ്രൈവസി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റ്യാടി എത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ബസ്സൊന്ന് മാറി കയറിയിട്ട് പോവണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കുറ്റ്യാടി എത്തിയിട്ടോ. എക്സൈറ്റഡ് ആണ്. ഇപ്പോഴും ശ്രദ്ധിക്കാൻ അറിയില്ല കേട്ടോ ഞങ്ങൾ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെ വിചാരം ഞങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്നാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ 2 ആളുകൾ വേറെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഗൈസ്. മുടിയൊക്കെ പോയി. കുറച്ച് ലോങ് ആയിട്ടുള്ള യാത്രയല്ലേ, കേൾക്കുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ നമ്മൾ കുറ്റ്യാടി എത്തിയിട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് മാറി കയറി സാധാ നമ്മളെ ലോക്കൽ ബസ്സിൽ അതിൽ കയറി എന്നിട്ട് സ്ഥലം പറഞ്ഞു തന്നിട്ട് അവിടെ ഇറങ്ങണം. അവിടേക്ക് ശ്രുതിൻ്റെ ഹസ്ബൻഡ് കൂട്ടാൻ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് മാറി കയറിയിട്ടുള്ള ബസ്സിൽ പോവുകയാണ് കേട്ടോ. നമ്മളവിടെ ബസ് ഇറങ്ങുമ്പോൾ തന്നെ ആക്ച്വലി റെഗുലേറ്ററിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ശ്രുതിൻ്റെ കല്യാണത്തിന് നമ്മൾ പുലർച്ചയ്ക്ക് 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് കല്യാണം ഇവിടെ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ശ്രുതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അമ്പലം കണ്ടാൽ എനിക്കറിയാം ഏതാണ് സ്ഥലം ഏകദേശം എത്താനായോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിൽ തന്നെ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാനുള്ള സ്ഥലം നമുക്ക് മനസ്സിലാവണമല്ലോ എന്ന് ഓർത്തിട്ടേ. അപ്പോൾ അത് കാരണം ഇതാണ് ശ്രുതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അമ്പലം. ഇതിൻ്റെ ഒരു വളവ് കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇതാ റെഗുലേറ്റർ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മുതലേ അവരെ റിലേറ്റീവ്സ് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഈ കാണുന്ന വീടുകളൊക്കെ അവരെ റിലേറ്റീവ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം എല്ലാവരും ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ശ്രുതിൻ്റെ വീട്ടിലെത്തി. അവൾ ഓൾറെഡി കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ വരുന്നത് അഞ്ചേച്ചിയാണ് കേട്ടോ. അഞ്ചേച്ചി പറഞ്ഞത് ശ്രുതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫാണ്. ഓക്കെ, അപ്പോൾ അഞ്ചേച്ചിയായിട്ട് കുറച്ചൊക്കെ സംസാരിച്ചു. ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് ഇത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം. പക്ഷേ ബാക്കി റിലേറ്റീവ്സ് ഇനിയും വരുന്നുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണെന്നുള്ള അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അധികം പ്രൈവസി എന്ന് പറഞ്ഞ സാധനത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം സർപ്രൈസ് ആയിട്ട് നമുക്കൊരു സർപ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതാണ്. ആദിമോൻ്റെ ബർത്ത്ഡേ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തു. എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ബർത്ത്ഡേ ഒന്നും കഴിച്ചിട്ടില്ല. ബർത്ത്ഡേൻ്റെ സമയത്തും ശ്രുതി കൂടെ ഇല്ല. സാധാരണ ഞങ്ങളാണല്ലോ ഈ ബർത്ത്ഡേൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക. അപ്പോൾ അത് കാരണം അവളില്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ 28-ാം തീയതി ഇല്ലായിരുന്നു, ജൂൺ 28-ന് ഇല്ലായിരുന്നു. പകരം നമ്മൾ നാളെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നാളെ ഈ ദിവസമാണ്, അതായത് ഞായറാഴ്ചയാണ് വരുന്നത്. ആ ദിവസം നമ്മൾ എന്തായാലും ശ്രുതിയുടെ അടുത്ത് പോവാം. വല്ലാതെ മിസ്സിങ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ശ്രുതിയുടെ അടുത്ത് പോയിട്ട് അവളെ കാണാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതേപോലെ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും അവിടെ വെച്ചുണ്ടാവും എന്നുള്ള ആദ്യപോലെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. സംഭവം എല്ലാവരും ആദ്യമായിട്ടാണ് 10ാമത്തെ ബർത്ത്ഡേ എന്തായാലും ഇത്രയും അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റി. വളരെയധികം സന്തോഷം. ഞാൻ ഈ ഞായറാഴ്ച നമ്മൾ പോയി വന്നതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് ശനിയാഴ്ച ഞാനൊരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങി വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അത് കാരണം അത് കട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യും? ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ കൂടെ വേറെ കുറച്ച് ആളുകളും കൂടി സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, അവരെ ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വരട്ടെ, അവർ വന്നിട്ട് നമുക്ക് അവിടുന്ന് ആ കേക്ക് കട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഞാൻ കേക്ക് വീട്ടിലിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി കേക്ക് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യുകയും ചെയ്തു. എന്തായാലും അടിപൊളിയായിട്ട് ആദിത്യൻ്റെ 10ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ശ്രുതീൻ്റെ വീട്ടിൽ നിന്ന്, ശ്രുതീൻ്റെ അടുത്ത് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കേക്ക് ബാക്കിയുള്ള എല്ലാം കട്ട് ചെയ്തിട്ട് അവിടെ ഒരുപാട് മക്കളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇത് വാവയാണ്, അനിയനാണ്. അപ്പോൾ ഇതാണ് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുള്ള ടീം, ഈ 2 എണ്ണം. പിന്നെ നടുവിലിരിക്കുന്നത് ജിത്തുവാണ്, ജിത്തുവിൻ്റെ വൈഫാണ്. അവിടെ ഇരിക്കുന്ന അനിയത്തിയാണ്. അവർ ഇത് അവരുടെ വാവയാണ്, മോന്. എന്താ പറയുക, പിന്നെ വാവ. ഇത്രയും ആൾക്കാരാണ് സർപ്രൈസ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് അവസാനം നമുക്ക് സർപ്രൈസ് കിട്ടി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെഗുലേറ്റർ നമ്മളെ റോഡിലാക്കി തന്നിട്ടുണ്ട്. അവിടുന്ന് ബസ് കയറി കുറ്റ്യാടി എത്തിയിട്ടുണ്ട്. നമ്മൾ ശ്രുതിയിലൊക്കെ എടുത്ത് പോയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. തിരിച്ചതപ്പോൾ നമ്മൾ കുറ്റ്യാടി സ്റ്റാൻഡിലാണുള്ളത്. തിരിച്ച് കോഴിക്കോടേക്ക് പോവാണ്. പിന്നെ അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മൊത്തത്തിൽ സർപ്രൈസ് മയമായിരുന്നു ഇന്നത്തെ ദിവസം. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് പോയി, ഞങ്ങളോട് പറയാതെ വേറെ കുറച്ച് ടീം സർപ്രൈസ് ആയിട്ട് പോയി. അവസാനം എല്ലാവരും കൂടി ഒരുമിച്ചായിപ്പോൾ എത്തിയത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നല്ല മഴയാണ് ഇവിടെ, ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ തിരിച്ച് വരുമ്പോഴല്ലേ നല്ല മഴയായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്ക് ബസ് ഇറങ്ങാനുള്ള സ്ഥലത്ത് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ആ വരുന്ന ബസ്സിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ബസ്സിലല്ല കേട്ടോ, നമ്മൾ കക്കോടി ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയിലാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷമാണ് നമ്മളിപ്പോൾ വീട്ടിലെ കേക്ക് മുറി സെലിബ്രേഷനിലേക്ക് കടക്കുകയാണ് ഗൈസ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ആദിമോൻ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ 10ാമത്തെ ബർത്ത്ഡേ 2 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. 10ാമത്തെ ബർത്ത്ഡേ ആണ്. 10 വയസ്സായിരിക്കുന്നു ആദിമോന്. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള കേക്ക് ഇതാണ് കേട്ടോ. ഈ കേക്ക് മോൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ പോയിട്ട് തന്നെയാണ് കേക്ക് വാങ്ങിയിട്ടുള്ളത്. വ്ളോഗ് നമ്മുടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഓനോട് പറഞ്ഞിരിക്കുന്നേ, ഓൻ പറഞ്ഞു ഓക്കെ സർപ്രൈസ് ആയിക്കോട്ടെ. ഓനങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഓക്കെ സർപ്രൈസ് ആയിക്കോട്ടെ. ഇതിന്റെ മുകളിൽ കയറി അമ്മ അമ്മ ശ്രുതിൻ്റെ വല്യമ്മനോട് വിളിച്ച് പറയാണ് കേട്ടോ. അവിടുത്തെ കേക്ക് മുറിയും കാര്യങ്ങളും ഒക്കെ എല്ലാം എല്ലാവരോടും വിളിച്ച് പറയുന്ന തിരക്കിലാണ്.
എൻ്റെ വീട്ടിൽ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വന്നത് ഞാനും മോനും ഇവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ. മോൻ്റെ 1ാമത്തെ വയസ്സ് ബർത്ത്ഡേ വലിയ ആഘോഷത്തോടു കൂടി കഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഒരു 4 വയസ്സ് 5 വയസ്സ് വരെ വലിയ ആഘോഷത്തോടു കൂടിയല്ല, 5ാമത്തെ വയസ്സ് ഞാൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആഘോഷിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ജീവനും കൊണ്ട് ഇവിടെ എത്തിയതാണ് കേട്ടോ, ഞാനും എൻ്റെ മോനും കൂടെ. ഓക്കെ, അതിന് ശേഷം അതായത് 5 വയസ്സിന് ശേഷം ഈ 10 വയസ്സ് വരെ ബർത്ത്ഡേ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ എനിക്ക് മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ ഹൈ ലെവലിലല്ല, പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ അവനെ ഹാപ്പി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ അമ്മയും അച്ഛനും നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ആഘോഷിച്ചോ കേക്ക് മുറിച്ചിട്ടോ എങ്ങനെ കൊടുക്കണമെന്നോ അങ്ങനെ വലിയൊരു അറിവും കാര്യങ്ങളൊന്നുമില്ല. ഞാനതെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ട് അവരെയും ഈ ഒരു സന്തോഷത്തിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ 10ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ആഡ് ആയിട്ടുള്ള എല്ലാവരും, അതായത് ഇപ്പോൾ ശ്രുതീൻ്റെ വീട്ടിലുള്ള എല്ലാവരും ആണെങ്കിലും നമ്മളാണെങ്കിലും വളരെ നമ്മളാണെങ്കിലും തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അയ്യോ, ഒരു സാധനം മറന്നുപോയി. 10 വെച്ചില്ല. പത്തെടുത്തതിനോട് കുത്ത്. അയ്യോ, ഒരു മിനിറ്റ്. സാരില്ല, നമുക്ക് ഒന്ന് കുത്താം. 1 വയസ്സോ? 2 വെക്കണ്ടേ? ഒന്നുകൂടി വിളിക്കാം. 10. നീ എന്തിനാ മുറിക്കുന്നേ? മുറിച്ചില്ലേ? 10. ഇനി ഒരു ഫോട്ടോ എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ പറയുക, മൊത്തത്തിൽ സർപ്രൈസ് ആയി പോയതാണ് കേട്ടോ. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തല്ലോ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വ്ളോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കേക്ക് വാങ്ങിക്കുന്നുണ്ട്, അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അന്ന് രാത്രി, അതായത് ശനിയാഴ്ചയാണ് നമ്മൾ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ശനിയാഴ്ച രാത്രി ആക്ച്വലി എനിക്ക് വല്ലാത്ത മിസ്സിങ് ശ്രുതിനെ. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമുള്ള ബർത്ത്ഡേ എല്ലാം തന്നെ ഞാനും അവളും കൂടിയാണ് എല്ലാം സെറ്റ് ചെയ്യാറുള്ളത്. എന്താ കേക്ക് വാങ്ങിക്കാൻ പോകുന്നതും അതേപോലെ അവനെന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കുന്നതും എല്ലാ സാധനം, ബലൂൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി ബർത്ത്ഡേ ഒരു സെലിബ്രേഷൻ പോലെ സെറ്റ് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ രണ്ടാളാണ്. അപ്പോൾ 28-ാം തീയതി കഴിഞ്ഞു പോയല്ലോ, ജൂൺ 28-ാം തീയതി എന്നുള്ള ദിവസം കഴിഞ്ഞു പോയെങ്കിലും നാളെ വരുന്നുണ്ട്, നക്ഷത്രം വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നക്ഷത്രത്തിൻ്റെ അന്ന് സെറ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഓർത്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഞാനിവിടെ എൻ്റെ എന്താ പറയുക, ഞായറാഴ്ച അതായത് ശനിയാഴ്ച കേക്കൊക്കെ വാങ്ങി ഞായറാഴ്ച ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യാം, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാനിതാ എൻ്റെ ഞായറാഴ്ച അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനുള്ള എന്താ പറയുക സെറ്റും മുണ്ട്, മോനുള്ള മുണ്ട്, എല്ലാ സാധനങ്ങളും ഇത് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒക്കെ അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചത് കേട്ടോ. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 9:30 ഒരു 10-10:30 സമയമായപ്പോൾ എനിക്ക് വല്ലാത്തൊരു മിസ്സിങ് ശ്രുതിനെ. കാരണം ബർത്ത്ഡേ എന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല, നക്ഷത്രം വരികയാണ്, അപ്പോൾ ഓളില്ലല്ലോ എന്നുള്ളൊരു സംഭവം വല്ലാതെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വന്നുപോയി. പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ അമ്മക്ക് ഒന്ന് നോക്കണ്ടേ, ഇനിയിപ്പോൾ അമ്മക്ക് തൽക്കാലം പോവുക, അതായത് നാളെ, അതായത് ഞായറാഴ്ച എന്താണ് ഞാൻ പ്ലാൻ ചെയ്ത് അമ്പലത്തിൽ പോയി ജസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ പെട്ടെന്ന് എൻ്റെ ആ ഒരു ക്വിക്കായിട്ട് എൻ്റെ ആ ഒരു തീരുമാനം പെട്ടെന്ന് സഡൻലി പെട്ടെന്ന് തന്നെ
ചേഞ്ച് ആയിപ്പോയി. അമ്പലത്തിൽ പോകുന്നില്ല, പകരം നമുക്ക് ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് പോകാന്നുള്ള മൈൻഡ് അങ്ങനെ ആയിപ്പോയി. കുറേ ദൂരം യാത്രയാണ്ട്, കുറേ ദൂരം എന്ന് പറഞ്ഞാൽ വടകരയ്ക്ക് അടുത്താണ്, കുറ്റ്യാടി കഴിഞ്ഞിട്ടും പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിനാണ് പോകാനുള്ളത്. പിന്നെ എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വേറെ ആരും പോയിട്ടില്ല. അപ്പം വാവേനോട് ഞാൻ വിളിച്ചു. വാവ ശ്രുതിയുടെ അനിയനാട്ടോ. വാവേനോട് ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ നാളെ ഏച്ചിൻ്റെ അടുത്ത് പോകും, അവിടുത്തെ സ്ഥലത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, എവിടെ ഇറങ്ങേണ്ടത്, ബസ് ഇറങ്ങേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു താന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറയണത് ഇവർ ക്ലാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോകാനാണ്, ഈ സ്ഥലം ഒന്ന് പറഞ്ഞാൽ. അപ്പം പറഞ്ഞു തരുന്നില്ല. അവസാനം ഞാൻ കല്യാണം കഴിഞ്ഞ അവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഇതും ആ സ്ഥലമൊക്കെ വെച്ച് നോക്കിയപ്പോൾ ജസ്റ്റ് ഏകദേശം മനസ്സിലായി എവിടെ ഇറങ്ങണം എന്നില്ല. അറിയാം, പക്ഷെ നമ്മൾ പോയിട്ടില്ലല്ലോ. കല്യാണത്തിന് അന്ന് കാറിൽ പോയതാണ്, 3 മണി പുലർച്ചയ്ക്ക് 3 മണി 4 മണി സമയത്ത് പോയതാണ്. സോറി. അപ്പോൾ അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഏതായാലും വേണ്ടിയില്ല, ഇതാക്കാം. ഇനി ശ്രുതിനോട് പറയണ്ട, പകരം റെഗുലേറ്ററിനോട് പറയണമല്ലോ, ഹസ്ബൻഡിനോട് പറയണമല്ലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അവർ തന്നെ ഇല്ല, പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ അവർ ചോദിച്ചു അങ്ങോട്ട് വരുന്നോ, കൂടെ വേറെ ആരാല്ലോ ചോദിച്ചു. പറഞ്ഞാൽ വേറെ ആരുമില്ല, അമ്മയും അച്ഛനും ഞാനും മോനും മാത്രമേ വരുന്നത് തന്നെ. കുറേ കഴിഞ്ഞ് ഓക്കെ ശരി, കറക്റ്റ് സ്ഥലം എവിടെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എന്നോട് ചോദിച്ചു ജിത്ത് വരുന്നുണ്ടോ, അതായത് ശ്രുതിൻ്റെ മാമൻ്റെ മകൻ, അതായത് എൻ്റെ അനിയൻ, എൻ്റെയും മാമൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അനിയൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു. റെഗുലായിട്ട് എന്നോട് ചോദിച്ചു, മെസ്സേജ് അയച്ചു, ജിത്ത് വരുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, ജിത്ത് വരുന്നില്ല, ഞങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു കേട്ടോ. പിറ്റേന്നായി, അതായത് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ നേരത്തെ കാലത്ത് എണീറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ബ്രെഡ് ചൂടാക്കിയിട്ട് അതും ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞായറാഴ്ചയാണ്, ഞങ്ങൾക്ക് ഇവിടെ ബസ് ഉണ്ടാവില്ല, ഭയങ്കര പ്രശ്നമാണ്. ഞായറാഴ്ച ഒറ്റൊരു ബസ്സാണ് ഉണ്ടാവുക, കറക്റ്റ് സമയത്ത് ചെല്ലുകയും വേണം. അങ്ങനെ 10 മണിക്കുള്ള ആ ബസ്സിന് ഞങ്ങൾ കയറിയിട്ട് കക്കോടി ഇറങ്ങി. കക്കോടി വരെ അതിൽ പോകാൻ പറ്റുള്ളൂ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ലൈൻ ബസ്സിൽ കയറണം, പുതിയ സ്റ്റാൻഡിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ മാവൂരോട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോകണം. അപ്പോൾ വേണ്ട, കക്കോടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മാറി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് കക്കോടിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് ബസ് കയറി. അവിടുന്ന് നമ്മൾ സാധനമൊക്കെ ഹൽവ, ചിപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി. അപ്പോഴാണ് ശ്രുതിയുടെ ഹസ്ബൻഡ് റെഗുലേറ്റർ വിളിക്കുന്നത്, ജിത്തൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്, നിങ്ങൾ ഓരോ കൂടെ പോരുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ജിത്ത് വന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞില്ലല്ലോ, ജിത്ത് ഞായറാഴ്ച പോകുന്നുണ്ടെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ്, അപ്പോൾ ഇവർ നേരത്തെ പ്ലാൻ ചെയ്തായിട്ടുള്ളതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞില്ലല്ലോ, അങ്ങനെയാണ് ഒരുമിച്ച് പോയാൽ പോരെ എന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ ജിത്തുവിനെ വിളിച്ചപ്പോൾ ജിത്ത് പറഞ്ഞ് ഞങ്ങൾ പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്നില്ല, ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത്, ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാം, ഞങ്ങൾ ബസ്സിന് തന്നെ പോയതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ജിത്തുവിന്, അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നോക്ക്, ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിഞ്ഞൂടാ, പകരം റെഗുലേറ്ററിന് മാത്രമേ അറിയുള്ളൂ, ഇനി അവിടെ നേരത്തെ എത്തുകയാണെങ്കിൽ പറയാൻ നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാ ആയിക്കോട്ടെ പറയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ. എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് അറിയില്ല. ജിത്തു ആണെങ്കിൽ ജിത്തുവിൻ്റെ വൈഫും മോനും ഉണ്ടാവും എന്തായാലും കൂടെ, അത്ര മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. മാവേനോട് ഞാൻ സ്ഥലം ചോദിച്ചപ്പോൾ അവൻ പിന്നെയാണ് സ്ഥലം പറഞ്ഞത്. കുറേ നേരം വൈകിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലമൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. മാവേനെ വിളിച്ചപ്പോൾ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജിത്തും വൈഫും കുട്ടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി. ആ കാഴ്ചകളാണ് നിങ്ങൾ അതിനുശേഷം കണ്ടില്ല. കുറേ ദൂരം ഇരിക്കാണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. നമ്മൾ ഏകദേശം ബാക്ക് സൈഡിലിരുന്ന് 3 സീറ്റ് ഉള്ള ഭാഗത്തേക്കിരുന്നു ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് കുറ്റ്യാടി എത്തിയപ്പോൾ കുഴപ്പമില്ല, സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. കുറ്റ്യാടി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ അപ്പുറത്തെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ അപ്പുറത്തെ ഭാഗത്ത് തലശ്ശേരി നാദാപുരം ബസ് ഉണ്ടാവും, അതിൽ കയറിയിട്ട് ഒരവിടെ ഇറങ്ങുന്ന സ്ഥലം അവിടേക്ക് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലം അവിടെ എനിക്ക് അറിയാം. ആ അമ്പലം, കല്യാണം കഴിഞ്ഞ അമ്പലം കണ്ടാലും എനിക്ക് ഏകദേശം അറിയാം സ്ഥലം എത്തി എന്നല്ല. പക്ഷേ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നുള്ളത് അറിയില്ലല്ലോ, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ ആള് ഓക്കെ കറക്റ്റ് സ്ഥലമായിരിക്കും പറഞ്ഞിട്ടോ. അപ്പോൾ ശ്രുതിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, മെസ്സേജ് അയക്കിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, എവിടെ എത്തി ചോദിച്ചു. അപ്പം ഞാൻ സ്ഥലം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ഥലത്ത് ഞാൻ ഇറങ്ങിയിട്ട് അവിടേക്ക് ഒന്ന് കൂട്ടാൻ വരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് വരാമെന്നാണ്. ഞങ്ങൾ ബസ് ഇറങ്ങി അപ്പം തന്നെ ആള് കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിത്തൊന്നും എത്തിയില്ല എന്നാണ്. പിന്നെ ശ്രുതിൻ്റെ വല്യമ്മയ്ക്ക് അറിയാം ഞങ്ങൾ പോകുന്ന കാര്യം. ഞാൻ പ്രകാശനേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറയരുത് കേട്ടോ അവളോട്,
ഒക്കെ അറിയില്ല എന്നുള്ള കാര്യം. പ്രകാശ് ചേച്ചി പറഞ്ഞില്ല കേട്ടോ. പക്ഷേ ഞാൻ കാറിലേക്ക് കയറിയപ്പോൾ ഞാൻ രഘുലേട്ടനോട് ചോദിച്ചു ശ്രുതിക്ക് അറിയോ ഞങ്ങൾ വരുന്ന കാര്യം. അപ്പോൾ രഘുലേട്ടൻ പറഞ്ഞു അവസാന നിമിഷം വല്യമ്മ പറഞ്ഞു നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ സർപ്രൈസ് അവിടെ കൂട്ടി. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, സർപ്രൈസ് ഓളെ അറിഞ്ഞു പോയി ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം. ഓളെ മനസ്സിലാകൂടെ ജിത്തു വൈഫ് കുട്ടി അവർ വരുന്നത് മാത്രമേ അറിയില്ലായിരുന്നു, ഞാൻ വരുന്ന കാര്യം അറിയില്ലായിരുന്നു. പ്രകാശ് ചേച്ചി തന്നെ പറഞ്ഞു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ശ്രുതിയുടെ വീട്ടിൽ പോയി. അവിടെ എത്തിയപ്പോഴോ അവിടെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും കണ്ടു. പക്ഷെ സർപ്രൈസ് ആയിട്ട് നമുക്കൊരു കേക്ക് കട്ടിങ്ങും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള കേക്ക് വീട്ടിലിരിക്കുകയാണ്. അവർ വാങ്ങിയിട്ടുള്ള കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇത്രയും വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുവരെ ആദ്യമായിട്ട് കഴിച്ചില്ല. ഫസ്റ്റ് ബർത്ത്ഡേ അവിടെ നിന്ന് എങ്ങാനും കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വലിയതാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. 10ാമത്തെ ഈ ഒരു ബർത്ത്ഡേ ആണ്. ഇത്രയും ആൾക്കാരൊക്കെ കൂടിയിട്ട്, അതും എന്താ പറയുക ശ്രുതിൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടെ വെച്ചിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ കഴിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുന്ന സമയത്ത് അവിടെ എത്തി ചായ കുടിച്ച് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിത്തും വൈഫും മോനും വരുന്നത്. ജിത്തും വൈഫും മോനും മാത്രമല്ല, കൂടെ നമ്മുടെ മറ്റേ ജിത്തുണ്ട്, ജിത്തും വാവയും ഉണ്ടായിരുന്നു. വാവ എന്നോട് പറഞ്ഞാൽ എന്താ പറയുക, ക്ലാസ് ഉണ്ട്. ആ വാവ ഇവരെ കൂടെ സാറില്ല, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ അവർ വന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുറേയൊക്കെ നടന്ന് സംസാരിച്ച്. പിന്നെ ഇവരെ റിലേറ്റീവ്സ് ഇങ്ങനെ കുറേ ആളുകൾ വന്ന് സംസാരിച്ചു. പിന്നെ ഫുഡ് കഴിച്ച്. ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല, കാരണം റിലേറ്റീവ്സാണ്, അവരെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ, ഇഷ്ടമാവോ എന്നുള്ള കാര്യവും അറിയില്ല. പിന്നെ പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെയൊന്നും എടുത്തില്ല. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ പൊരിച്ചത്, സാധാ നോർമലായിട്ടുള്ള ചോറും കറിയും, പായസം, പിന്നെന്താ കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അത് കുറച്ച് പ്രൈവസിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഞാൻ അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് സംഭവിച്ചത്. എന്തായാലും ആദ്യം മോൻ വണ്ടർ അടിച്ചു പോയി അവിടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ. അതും ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. നമ്മളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നു. കാറിൽ ശ്രുതിയും റെഗുലറിനും കൂടി അവിടെ കൊണ്ട് ഇറക്കി തന്നു. നമ്മൾ അവിടുന്ന് കുറ്റ്യാടിക്ക് ബസ് കയറി. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് ജിത്തുവും വാവയും അവരെല്ലാവരും ഇറങ്ങിയത് കേട്ടോ. നമ്മൾ വേറെ എങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല, കാരണം നമ്മളവിടെ എത്തി തന്നെ നേരം വൈകിട്ടാണല്ലോ. അപ്പോൾ പിന്നെ എവിടെ പോകാം, അവിടെയാണ് പെരുവണ്ണാമൊഴി ഡാമൊക്കെ. പിന്നെ പോകാമല്ലോ, ഇനിയിപ്പോൾ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ പോകാൻ പഠിച്ചു, എങ്ങനെ പോകണം, എവിടെ ഇറങ്ങണം, ഏത് ബസ്സിൽ കയറണം എന്നുള്ള ഏകദേശം ഒരു ധാരണ, ഐഡിയ ഒക്കെ കിട്ടിയതുകൊണ്ട് ഇനി കുഴപ്പമില്ല. ഇനി ഇടയ്ക്ക് പോവുകയൊക്കെ ചെയ്യാം ഒറ്റയ്ക്കൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസം. അങ്ങനെ അങ്ങോട്ട് പോയി. നമ്മളിവിടെ തിരിച്ചെത്തുന്ന സമയത്തോ 7:30 ആയിട്ടുണ്ട് കേട്ടോ. അക്കൂടി നമുക്ക് ഓട്ടോ കിട്ടിയില്ല. അവസാനം അയാളെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അതിൽ കയറി അയാൾ ഇവിടെ കൊണ്ട് ഇറക്കി തന്ന്. ഇവിടെ എത്തിയതിന് ശേഷമാണ് മറ്റേ ഞാനിവിടെ വാങ്ങി വെച്ച കേക്കില്ലേ അത് നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു വീഡിയോയിൽ സംഭവിച്ചത്. അനിയത്തിനെ കാണാൻ പോയിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലും കൂടി ഉണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വീഡിയോസ് ഇഷ്ടമാവും. ഹെൽത്ത്, ബ്യൂട്ടി, അൺബോക്സിങ്, ഹോൾ വീഡിയോ, അങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും കേട്ടോ. ഇത് ട്രാവൽ റിലേറ്റഡ് ആയിട്ട്, ചാലഞ്ച് റിലേറ്റഡ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ബൈ.